എത്ര നിഗൂഢമായിരിക്കുന്ന തത്വമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്, പറഞ്ഞു മനസ്സിലാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടരെ, എന്താണ് ശ്രീമദ് ഭാഗവതമെന്ന്. അതിന് നമുക്ക് വിചിന്തനം ചെയ്ത് ഗ്രഹിച്ച് ഉള്ളടക്കി ഉൾക്കൊണ്ട് സദാ പരിപാലിച്ച് പരിരക്ഷിച്ച് പരിപോഷിച്ച് പോരേണ്ടതായ ജീവിത സത്യങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും ഇല്ലേ 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 എന്ന് നിങ്ങൾ സ്വയം ചോദിക്കൂ. അത് ഉൾക്കൊള്ളാനായി കിണഞ്ഞ് പരിശ്രമിക്കൂ. അതിനുവേണ്ടി കൊതിക്കൂ കൊതിക്കൂ കൊതിക്കൂ. ആസ്പയർ ഫോർ ഇറ്റ്, ഡിസയർ ഇറ്റ്, ഇൻസിസ്റ്റ് അപ്പോൺ ഗെറ്റിംഗ് ദിസ് എൻലൈറ്റൻമെൻറ്റ്. നിങ്ങളുടെ മനസ്സ് ഈ കാണപ്പെടുന്ന ലോകമുണ്ടല്ലോ, ആ ലോകത്തിൽ നിന്ന് പിൻവാങ്ങി ലോകത്തെ കാട്ടിത്തരുന്ന നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥാത്രയം അവിടേക്ക് അങ്ങോട്ട് തിരിയണമപ്പാ. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്കും അങ്ങോട്ട് തിരിഞ്ഞാലേ ഈ ലോകത്തിൻ്റെ ഉറവിടം മനസ്സിലാവുള്ളൂ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകളുണ്ടല്ലോ. ഈ 3 അവസ്ഥ ആർക്കാ? ജീവന്. ഈ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ഒരുപോലെ നമ്മുടെ അവസ്ഥകളാണ്. എങ്ങനെ ഉണർന്നിരുന്നോ അതുപോലെയാണ് ഉറങ്ങുന്നത്, അതുപോലെയാണ് സ്വപ്നം കാണുന്നത്. സ്വപ്നദ്രഷ്ടാവോ ജാഗ്രത് ദ്രഷ്ടാവോ സുഷുപ്തി ദ്രഷ്ടാവോ വേറെ വേറെയല്ല, ഒരേ ഒരാളാണ്. ഈ സ്വപ്നത്തെയും സുഷുപ്തിയെയും ജാഗ്രത്തിനെയും എല്ലാം തന്നെ കാണിച്ചു തരുന്ന, ആവർത്തിച്ച് കൊണ്ടുവരുന്ന ഒരു ദ്രഷ്ടാ എന്നൊന്നുണ്ട്, കാണുന്നവൻ. അതാണ് ഇവിടെയുള്ള പരമസത്യം. എത്ര പരിമിതമാണ് നമ്മുടെ ശരീരം, അതിൻ്റെ ഉള്ളിലുള്ള മനസ്ഥലം, അതിലുള്ള ബുദ്ധിതലം, അതിൻ്റെയും പശ്ചാത്തലമായി നിൽക്കുന്ന ബോധതലമുണ്ടല്ലോ, കോൺഷ്യസ്നസ്. എൻ്റെ അവിടെയാണ് സർവ്വരഹസ്യങ്ങളും. അതാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം. അവസ്ഥാത്രയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വരെ നിങ്ങൾ ആധ്യാത്മികത ഒരു പൊട്ടുപോലുമില്ല എന്ന് വേണം പറയാൻ. എത്ര വേണമെങ്കിൽ നിങ്ങൾ ഈശ്വരനെ ഭജിച്ചോളൂ, എവിടേക്കൊക്കെ വേണമെങ്കിൽ ചെന്നോളൂ, മറുപടി ഒന്നും ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടില്ല.